വാക്കുകളുടെ ഒരു പൂത്താല തന്നെ കയ്യിലേന്തിക്കൊണ്ട് തൻ്റെ മാന്ത്രികത വിരലിലേക്ക് പകർന്ന് അദ്ദേഹം എഴുതി തീർത്ത വരികൾ ഏറ്റുപാടാത്ത മലയാളികളില്ല. അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും കൈതപ്രത്തിൻ്റെ വരികൾ അറിയാതെ തന്നെ കടന്നുകൂടിയിട്ടുണ്ട്. ആ ആസ്വാദനം പലപ്പോഴും പലർക്കും ആശ്വാസം കൂടിയാണ്. എന്നെന്നും കണ്ണേട്ടനിലൂടെ കടന്നു വന്ന ആ പുഴ, സംഗീതത്തിൻ്റെ പുഴ, മിന്നൽ വളയും കയ്യിലിട്ട് 2025 നിറഞ്ഞു തന്നെ ഒഴുകുകയാണ്. ഓണാഘോഷത്തിൽ നമുക്കൊപ്പം പങ്കുചേർന്ന കൈതപ്രം സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അങ്ങയുടെ കുട്ടിക്കാലത്തെ ഓണാഘോഷം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കുട്ടിക്കാലത്തെ ഓണാഘോഷം വളരെ പ്രകൃതിയായിട്ട് അരിഞ്ഞു ചേരുന്ന ഓണാഘോഷമാണ്. ഇന്നത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ചീത്ത പറയുന്ന ആഘോഷം. അതാണ് വ്യത്യാസം. ഇതുവരെ ചാനലുകാർ ഇവർ വന്നിട്ട് ഉണ്ടാക്കിയ ഓണമാണ്. ഓണമുണ്ണാത്തൊരു ദിവസം പണ്ട് കുട്ടിയായിരുന്നപ്പം അതൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമുക്കതില്ലാതിരിക്കട്ടെ. ഞാനൊക്കെ 60 കൊല്ലം മുമ്പ് 70 കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിനക്കതൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇന്നത്തെ തലമുറയിൽ ആരും അതൊന്നും അനുഭവിക്കാതിരിക്കട്ടെ. അതാണ് എൻ്റെ ഓണാശംസ. സാറിന്റെ സിനിമ ഗാനരചയിതാവ് എന്ന നിലയിൽ എങ്ങനെയാണ് ഈ സിനിമ ഗാനരചയിതാവ്? അതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. മാത്രമല്ല, അതിനുവേണ്ടിയല്ല ഞാൻ ജീവിച്ചതും. ഞാൻ കുട്ടിക്കാലത്ത് കുറച്ച് സംസ്കൃതം പഠിച്ചു. പിന്നെ ഒരുപാട് സമുദ്ര ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിച്ചു. സൗന്ദര്യലഹരി പോലെയുള്ള മഹാശ്ലോകങ്ങൾ, നൂറുകണക്കിന് ശ്ലോകങ്ങൾ ബൈഹാർട്ടായി. അതുപോലെ പിന്നെ സാധാരണ ക്ലാസ്സുകളിൽ പഠിച്ചു. ഒരു എഴുത്തച്ഛൻ എന്നെ വന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പഠിത്തങ്ങൾ, പിന്നെ നൂറുകണക്കിന് പുസ്തകങ്ങൾ, വലിയ നല്ല പുസ്തകങ്ങൾ വായിച്ചു സെലക്ട് ചെയ്തിട്ട് പിന്നെ ജീവിതം നടന്നു തീർത്തതാണ്. കുറേ യാത്രകളെന്ന് പറയാൻ പറ്റില്ല, അതിന് നടന്നു തീർക്കുക, അങ്ങനെയാണ്. പലപ്പോഴും മൈൽ കണക്കിന് കിലോമീറ്റർ കണക്കിന് യാത്രയാണ്. പലപ്പോഴും ചെരുപ്പില്ലാത്ത യാത്ര. അന്ന് ചെരുപ്പ് വാങ്ങാനൊന്നും കാശില്ല. കീറിയ ഉപ്പായിട്ട് സ്കൂളിൽ പോയ ഓർമ്മ, ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് ഞാൻ ആരോടും പറയാറില്ല. അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ട് ദുഃഖങ്ങളാണ്. അത് ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അതൊന്നും ഇല്ലാതെ വരാൻ ഞാൻ നോക്കാറ്. ഈ വായനയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം സംഗീതത്തോടുള്ള ഒരു അമിതമായ എന്താ പറയുക ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് പോകാൻ ഈ യാത്രകൾ തുടങ്ങിയത്? സംഗീതം എന്ന് പറയുന്നത് എനിക്ക് ജന്മനായിട്ടില്ല. എൻ്റെ അച്ഛൻ സംഗീതജ്ഞനായിരുന്നു. ചെമ്പൈ വൈദ്യരുടെ ആദ്യകാല ശിഷ്യന്മാരിലോടായിരുന്നു. പക്ഷെ അച്ഛൻ തന്നെ പഠിപ്പിച്ചിരുന്നില്ല. കാരണം അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് ദോഷമുണ്ടായിട്ടുള്ളതാണ്. കാരണം ഒന്നും വലിയ വിദ്വാനായിട്ട് എന്ത് കാര്യമാണ്, അന്നും സംഗീതത്തിന് യാതൊരു വിലയില്ല. എവിടെയെങ്കിലും വലിയ വീടുകളിൽ ട്യൂഷൻ എടുക്കുക, അത്രേ ഉള്ളൂ. പാട്ടാർക്കും കേൾക്കേണ്ട, ക്ലാസിക്കൽ സംഗീതം എവിടെയില്ല. ഈ ട്യൂഷൻ വെച്ചിട്ട് ജീവിക്കാന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പൊ സാറ് കുറെ അധികം ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഓണപ്പാട്ടുകൾ എഴുതുന്ന സമയത്ത് സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണോ ഈ ഓണപ്പാട്ടുകളിൽ എഴുതിയിരിക്കുന്നത്? ഉണ്ടാവും. അതില്ലാതെ ഒന്നും എഴുതാൻ പറ്റില്ല. പറയാൻ നമ്മളെ അനുഭവങ്ങളല്ലാതെ എഴുതാൻ പറ്റില്ല. യാതൊരു അനുഭവങ്ങളും ഇല്ലാത്ത ഒരാൾ വെറുതെ ജീവിച്ചിട്ടുള്ള ഒന്നും അയാളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അനുഭവിക്കണം. അനുഭവങ്ങൾ ആണ് നമ്മുടെ കഥകളും കവിതകളും ഗാനങ്ങളും ഒക്കെ ആവുന്നത്. അതെ. ഒരു ഉദാഹരണം പറയാം. സാധാരണ ഒരു കലത്തിൽ ചോറ് വെക്കുമ്പോൾ അത് അതിൽ നിന്ന് അമ്മ ഒരു വറ്റ് നോക്കിയിട്ട് അത് വെന്തു എന്ന് പറയും, അല്ലേ? എല്ലാ ചോറും വെന്തു എന്ന് പറയും. അപ്പം അതുപോലെ ഒരെണ്ണം വെന്ത് കിട്ടിയാൽ ബാക്കിയെല്ലാം ഉണ്ടാവും. അതെ, നമ്മുടെ ഉള്ളിലുള്ള ഏത് കലയും ഏതെങ്കിലും ഒരു കലയുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടാവും. ഒന്ന് ശരിയായില്ലെങ്കിലും ഒന്നും ശരിയാവില്ല. ഞാൻ മൂകാംബി ഭക്തനാണ്, അറിയാതെ. പക്ഷെ അത് പ്രകടിപ്പിക്കാറൊന്നുമില്ല. ഞാൻ പിന്നെ എന്നോട് ആദ്യം പാട്ട് എഴുതുമ്പോൾ പറയുമ്പോൾ അതിലെവിടെയെങ്കിലും അമ്മയുടെ ഒരു സ്പർശം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.
അങ്ങനെയാണ് ദേവദുന്ദുഭി എന്നുള്ള പാട്ട് ഞാൻ എഴുതുന്നത്. അതിൽ പൂജൽമേ ബ്രഹ്മരചിക്കും നിഹാര ബിന്ദുവായി കാലം ഈ വിഷയങ്ങളെല്ലാം വരണമെന്ന് ആഗ്രഹിച്ചു. ആ കയ്യിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതാണ് പാട്ട് എഴുതാൻ കാരണം. കൈതുപ്പം ആ ഒരു പേര് കൈതുപ്പം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമുക്ക് സംഗീതം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതെ. കൈതുപ്പം എന്ന് പറയുന്ന പയ്യന്നൂരിലെ ഗ്രാമം. ഒരു ഗ്രാമം ഈ പറയുന്ന ഇത് മോളുടെ അടുത്താണ്, വളയക്കോടിൻ്റെ അടുത്താണ്. കടലിൽ കണ്ണാടിക്കുക, പിന്നീട് ഗ്രാമസൗന്ദര്യമാവട്ടെ, തെയ്യമാവട്ടെ, ആ കാര്യങ്ങളൊക്കെ അങ്ങയുടെ വരികളിലൊക്കെ എല്ലാവരും നടന്നു ഉണ്ട്. ആ ഒരു ഗ്രാമപശ്ചാത്തലത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ കോഴിക്കോടിന്റെ നഗര പശ്ചാത്തലത്തിൽ ആ ഒരു ഫീല് നഷ്ടപ്പെട്ട പോലെ എനിക്ക് അതിൽ പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള തോന്നുന്നു. ഇല്ല, നമ്മളെ വീടും നമ്മളെ പരിസരവും ഗ്രാമമാക്കുക. അങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്ത് നമുക്ക് ഇഷ്ടമുള്ള പരിസരം ഉണ്ടാക്കുക. ഞാൻ ഇവിടെ ഈ വീടുണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടാണ് വീടുണ്ടാക്കിയത്. വീട് വളരുമ്പോൾ വീട് ഉണ്ടാക്കി പെട്ടെന്ന് വളരും. മരങ്ങളെ അത്ര പെട്ടെന്ന് വളരും, വലിച്ചു നീട്ടിയാൽ വളരില്ല. അതുകൊണ്ട് അത് വളരുന്ന ടൈം വെച്ചിട്ടാണ് ഞാൻ വീടുണ്ടാക്കിയത്. അതാണ് നമ്മുടെ പ്രവൃത്തി. നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു പൊട്ടക്കുളം ഉണ്ടായിരുന്നു ഇവിടെ. അത് ഞാൻ നികത്തിയാണ് ഇങ്ങനെയൊരു സൗന്ദര്യമുള്ള ഒരു നാട്ടുകാർക്ക് പാട്ട് പഠിപ്പിക്കാനുള്ള ഒരു സ്ഥലം ഞാൻ ഉണ്ടാക്കിയത്. ആദ്യമായിട്ട് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ട അനുഭവം ചരിത്രമിന്നിലൂടെ ഞാൻ പറയുന്നത് അപ്പം അതെങ്ങനെയാണ്? അത് ഞാൻ തലശ്ശേരിയുള്ള സമയത്ത്, തലശ്ശേരി ശാന്തിക്ക് ജീവിക്കുന്ന സമയത്താണ്. അന്ന് 10 രൂപ ശമ്പളമുള്ളൂ മാസം. ഒരു മാസം കഴിയുമ്പോൾ 10 രൂപയുടെ മുന്നോട്ട് കിട്ടും. അതുകൊണ്ട് എനിക്ക് 50 പൈസ ഒരു സിനിമയ്ക്ക് ഉപയോഗിക്കാനുള്ളൂ. ഞാൻ നടന്നു പോയിട്ട് തലശ്ശേരി പ്രഭാത് തിയേറ്ററിൽ അതിൻ്റെ പടം അവിടെ വന്നപ്പം ആദ്യത്തെ ഷോ, അതായത് മാറ്റിനെ ഞാൻ കണ്ടു. മാറ്റിനെ കണ്ടത് ഏറ്റവും മുമ്പിലത്തെ ഏതോ ഒരു സീറ്റിലാണ്. സീറ്റോ അല്ലെങ്കിൽ താഴെയാണ് ഇരുന്നിട്ടാണ്. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം സത്യമാഷുണ്ടായിരുന്നു അന്ന്. അങ്ങനെ സത്യൻ്റെ ജീവിതത്തിൽ ആകെ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. അങ്ങനെ കണ്ടു. 40 വർഷമായിട്ട് സാറ് ഈ സിനിമ സംഗീത ഉണ്ട്. രംഗത്തുണ്ടല്ലോ. ശരിയാ. അപ്പൊ ഇപ്പൊ നമ്മുടെ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അതില് സംഗീതങ്ങൾക്കും പദങ്ങൾക്കൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സാർ എങ്ങനെയാണ് നോക്കിയിട്ടാണ് വരുന്ന വ്യത്യാസങ്ങൾ? നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നു അതുപോലെ എനിക്കും തോന്നുന്നു. കാരണം ഞാനും ഒരു ആസ്വാദകനാണ്. ഞാൻ എഴുത്തുകാരനോ പാട്ടുകാരനോ അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന ആളോ മാത്രമല്ല, ഞാനൊരു ആസ്വാദനം കൂടിയാണ്. എനിക്ക് ആസ്വദിക്കാനുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടേ ഞാൻ എഴുതാറുള്ളൂ. ഇപ്പോൾ എന്നോട് മിന്നൽ വളാകുന്ന പാട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലർ ഹിറ്റായിട്ടുള്ള പാട്ടിൽ അനാവശ്യമായിട്ട് എഴുതാൻ ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അല്ലേ? ഒരു വാക്കും അനാവശ്യമായിട്ടുള്ള ഒരു സാധനമില്ല. അങ്ങനെ എഴുതാൻ അതേ എനിക്ക് പറ്റുള്ളൂ, അതേ ഞാൻ എഴുതാറുള്ളൂ. എന്നോട് അങ്ങനെ പറയാൻ ധൈര്യം വരില്ല. അതാണ് നമ്മുടെ പവർ. നമ്മളെങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ തെളിയിക്കണം. എന്നാൽ അവർ നമ്മളങ്ങനെ പറയില്ല, മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പറയില്ല. അതാണ് നമ്മളെ പുതിയ ആൾക്കാരെ അറിയേണ്ടത്. ഈ പാചകത്തിൻ്റെ കാര്യം പറഞ്ഞു. സാർ എഴുതുന്ന വരികളിൽ മാക്സിമം അധികം പാട്ടുകളുണ്ട് ആ സിനിമയുടെ ഒരു കഥ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത് എൻ്റെ തോന്നലാണ്. ഇപ്പോൾ നമ്മുടെ ഹരികൃഷ്ണൻസ് സിനിമയിൽ പൂജാ ബിംബം പാട്ടിൽ എല്ലാ പാട്ടും അത് ആ പടത്തിന് വേണ്ടിയാണ് എഴുതുന്നത്, അല്ല വേറെ പടത്തിന് വേണ്ടിയല്ല. അപ്പോൾ അതിലൊക്കെ അംശങ്ങൾ അതിനുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലെ പാട്ട് കാരണം എന്നാലേ ബ്ലണ്ടാവും. അതെ, അല്ലെങ്കിൽ വേറെ ഒരു പാട്ട് വെച്ചാൽ മതി, എഴുതാൻ എഴുതി വെച്ചാൽ മതി, അല്ലേ? അതാണ് സന്ധ്യയെ നീയുന്ന ആർക്ക് സ്വന്തം. അപ്പോൾ പകലും രാത്രിയും സന്ധ്യയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ 2 കഥാപാത്രങ്ങളാക്കി ഞാൻ. അങ്ങനെ ഉള്ള സന്ധ്യയെ, ആ സന്ധ്യക്ക് ആരോടാണ് സ്നേഹം? അവർക്ക് 2 പേർക്കും പകലിനും രാത്രിക്കും സന്ധ്യയുടെ സ്നേഹമുണ്ട്. സന്ധ്യക്ക് ആരോടാണ് സ്നേഹം? അതാണ് കഥ. അതാണ് എൻ്റെ കളി. ഇപ്പോൾ ഈ രചനകളിൽ പല പാട്ടുകളുണ്ട്. നായകനെ സീതയോട്, നായകനെ രാമനോട് ഭൂമിക്കുണ്ടാവുക. അപ്പോൾ ഈ പാട്ട് എഴുത്തിൽ രാമായണം എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? രാമായണം നമ്മളെ കുട്ടിക്കാലത്ത് പഠിക്കുന്നത്, അതിൽ നിന്നാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ എൻ്റെ പാട്ടിൽ അറിയാതെ വരണം. അപ്പോൾ നിലയിലാണ് എന്നെ അടിക്കേണ്ടത്.
അത് വരണം. അതിൽ കൾച്ചർ, ആ സംസ്കാരം, ഭാരതത്തിൻ്റെ സംസ്കാരം നമ്മൾ അറിയുന്നില്ല അർത്ഥമല്ലേ, അത് കഴിയുന്നത്ര പറയണം. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് സാർ. അപ്പോൾ ആ ഒരു ക്ലാസിക്കൽ മ്യൂസിക് എത്രത്തോളം സാറിന് സിനിമ സംഗീതം എഴുതുന്ന സമയത്തും കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ആദ്യം ബാധിക്കുന്നത് നമ്മുടെ രചനയിൽ താളങ്ങളാണ്. നമ്മുടെ ലോകത്തിലെ എല്ലാ സംഗീതത്തിനും 4 താളങ്ങളാണ് ബേസ്. താക്കാത്തീമി 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 4 അക്ഷരം ഒന്ന്. പിന്നെ തക്കിട്ട 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 3 അക്ഷരം. തക്കിട്ട 3 അക്ഷരം. പിന്നെ തക്കിട്ട തക്കിട്ട തക്കത്തീമി 7 അക്ഷരം. അത് ഒരു തിസ്രവും ഒരു ചതുസ്രവും ഇങ്ങനെയാണ് കണക്ക് കൂട്ടുക. തക്കിട്ട എന്ന് പറഞ്ഞാൽ തിസ്രായി 3 സംസ്കൃത വാക്കുകളാണ്. താക്കാത്തീമി അത് ചതുസ്രം 4. 4 3 7 അതൊരു താളം. 4 ഒരു താളം, 3 ഒരു താളം. പിന്നെ 5 അക്ഷരമുണ്ട്. തക്ക തക്കിട്ട. ഇങ്ങനെ 4 വെറൈറ്റി ആയിട്ടുള്ള താളം മാത്രമേ ലോകത്തിൽ എവിടെയുള്ളൂ. ഇത് നമ്മൾ സംഗീതത്തിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ. ശരി, ഇപ്പം ഉദാഹരണം ഞാൻ പറയാം. വെണ്ണില ചന്ദന കിണ്ണം, ഇപ്പം തക്കിട്ട തക്കിട്ട വെണ്ണില ചന്ദന കിണ്ണം പൊന്നമടക്കായലിൽ വീണേ. എല്ലാത്തിനും ഓരോ തറമുണ്ട്. ആ ബേസ് വെച്ച് ഇപ്പം കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി തക തക്കിട്ട തക തക്കിട്ട തക്ക തക്കിയിട്ടാണ് 5 അക്ഷരം. ഈ വേർതിരിവ് നമുക്ക് ലോകത്തിൽ വേറെ എവിടെയും പഠിക്കാൻ പറ്റില്ല. സംഗീതത്തിൽ നിന്നും ഈ നൃത്തത്തിൽ നിന്നും മാത്രമേ പഠിക്കാൻ പറ്റൂ. അതാണ് ഞാൻ പഠിച്ചത്. അതാണ് ഇന്നും എനിക്ക് എളുപ്പമാക്കുന്നത്. അത് പഠിച്ചവർക്ക് ലോകത്തിലെ ഏത് താളം, നിങ്ങൾ വെസ്റ്റേൺ സാധനം എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും മലയാളത്തിലാക്കി തരാം. ലോകത്തിലെ ഏത് താളത്തിനും നമുക്ക് മാറ്റാൻ പറ്റും, നമ്മുടെ ഭാഷയിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് അതിൻ്റെ സൂത്രം. ഈ താളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം സിനിമ പാട്ടുകളിൽ ഉപയോഗിക്കാത്ത ഒരു രാഗം നാടകത്തിൽ സൗപർണിക എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ നാടകരചന, അതായത് നാടകത്തിലേക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയ ഓർമ്മയുണ്ട്? അത് ശരിക്കും അതല്ല. അത് ഇപ്പോൾ ഉദാഹരണം പറയാം. സാമന്തമലഹരി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട്. അത് ഇതിനൊന്നുമില്ല, അത് സോപാന സംഗീതത്തിൽ മാത്രമേ ഉള്ളൂ. കർണാടക സംഗീതത്തിൽ എവിടെയും ഈ സാമന്തമലഹരി ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ നവരസം എന്നൊരു രാഗമുണ്ട്. അത് ഒരിക്കലും കൂടുതൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അറിയില്ല. അത് കഥകളിയിലും മാത്രമേ ഉള്ളൂ കൂടുതലും. നവരസം എന്ന് പറഞ്ഞിട്ട് ഇതിൽ കർണാടകയിലുണ്ട്, പക്ഷെ അത് ആ നവരസമല്ല. അപ്പോൾ അങ്ങനെ വെറൈറ്റി രാഗങ്ങൾ പലതിലും ഉണ്ടാവും. നമ്മളത് കണ്ടുപിടിക്കണം, തപ്പിയെടുക്കണം. അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഉപയോഗം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പഠനം എന്ന് പറയുമ്പോൾ അതുകൂടി എനിക്ക് എൻ്റെ പാഠത്തിൽപ്പെട്ടതാണ്. കേരളത്തിൽ രാമപൊതുവാൾ എന്ന് പറഞ്ഞ മഹാവിദ്വാനായിട്ടുള്ളൊരു സോപാന സംഗീതജ്ഞനായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി അദ്ദേഹത്തിന് എന്ത് കിട്ടും ഞാൻ നോക്കി അദ്ദേഹം എന്നെ പഠിപ്പിച്ചു സാമന്തമലഹരിയാണ്. ആ സാമന്തമലഹരിയാണ് ഞാൻ ഒരു പാട്ടിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇനി സിനിമയിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഞാൻ തന്നെ. അത് അങ്ങനെയാണ് നമുക്ക് വെറൈറ്റി സംഭവം കിട്ടുക. പണ്ടത്തെ ഒരുപാട് പ്രഗത്ഭരായ ഗാന സംവിധായകരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ ഇതിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നവീകരണം എല്ലാ മേഖലയിലും ഉണ്ടാവണം. അത് ശരിയാണ്. അത് പക്ഷേ നവീകരണം എന്നുള്ളതിന് പകരം മിശ്രീകരണമല്ല, നവീകരണമാണ് വേണ്ടത്. അല്ലാതെ അതിനെ ചീത്തയാക്കല്ല. നവീകരണം നമ്മൾ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നു. നവീകരണം പുതുമ ഉണ്ടാക്കണം, പുത്തൻ ഉണർവുണ്ടാവണം, അല്ലേ? അത് നന്മയിലേക്ക് ആയിരിക്കണം എല്ലാം. നവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കാലത്തൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ AI എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ട്. പാഠ്യത്തിന്റെ ഞാൻ ഇന്ന് ആലോചിച്ചു, എനിക്ക് തോന്നുന്നത്
വന്നാലും എന്നെ പോലെ പാട്ട് എഴുതാൻ പറ്റില്ല. എനിക്ക് സത്യം. പാടുന്ന കാലം വരും. പക്ഷേ അതിന് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. നമ്മൾ പ്രോമിറ്റ് ചെയ്യണം. എന്റെ ഒരു 100 പാട്ട് പഠിപ്പിക്കേണ്ടത് എന്നാലും പുതിയ പാട്ട് പഠിക്കും അല്ലേ? ആ 100 പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് 400 സിനിമ, 400 കൂടുതൽ സിനിമ, 4000-ഓളം പാട്ടുകൾ. അപ്പോൾ എന്നെ പെട്ടെന്ന് ശരിയാണ്, സാധ്യതകളുണ്ട്. ഒരു സാധ്യതക്കും നമ്മുടെ കർമ്മശക്തിയെ തോൽപ്പിക്കാൻ പറ്റില്ല, പറ്റരുത്. അതെ, നമ്മുടെ ജോൺസൺ മാഷിന്റെ കൂട്ടിട്ടുണ്ട്. അതെ, ആദ്യത്തെ ഒരു സുദീർഘകാലം ജോൺസൺ മാഷായിട്ടുള്ള തീർച്ചയായിട്ടും ഒരുപാട് വലിയ വലിയ കുറെ ഹിറ്റുകളൊക്കെ സമ്മാനിച്ചു. ഇടയിൽ അദ്ദേഹം തുടർന്നു പോയി. അത് ജോൺസൺ മാത്രമല്ല, സത്യാനന്ദിക്കാട് ഡയറക്ടർ, ജോൺസൺ എന്ന മ്യൂസിക് ഡയറക്ടർ, ഒരുപാട് ആൾക്കാർ ജോൺസൺ മാഷായിട്ടുള്ള പാട്ടുകളാണല്ലോ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു കൊല്ലം 29 പടം വരെ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളാനകളുടെ നാട്, പാടുവാൻ ഓർമ്മകളിൽ സ്വരങ്ങൾ തേടുകയാണ്. അതിൽ മഴവിൽ മുനയാൽ ആരെഴുതുന്നു, മലരിനിതളിൽ പ്രിയകാവ്യം, അതുപോലെ വാർത്തകൾ പുഞ്ചിരി തോന്നും. ഇത്തരത്തിലുള്ള ഉപമകളും ബിംബങ്ങളും അങ്ങയുടെ ഓരോ പാട്ടിലും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതൊക്കെ താങ്കളുടെ ഒബ്സർവേഷൻ്റെ ഒക്കെ ഒരു പവറായിരിക്കാം. അതായിരിക്കാം ഇത്രയും ഈസി. നമ്മളെപ്പോഴും ചെയ്യും ആ ഒബ്സർവേഷനാണ് കവിത. എപ്പോഴും നമ്മൾ ഒരു കണ്ടാൽ ഒന്നിനെ നമുക്ക് പലതായിട്ട് തോന്നും, ഒന്നിനെ നമ്മളതായിട്ട് തോന്നും. ഒരു മക്കള്, സൗന്ദര്യമുള്ള കുട്ടികൾ, സൗന്ദര്യമുള്ള പ്രകൃതി, പിന്നെ ഇഷ്ടം, സ്നേഹം, പ്രണയം ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അതിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് പ്രകൃതിയായിട്ടാണ് അല്ലേ? പ്രകൃതി, അതാണ് മിന്നൽ വള പോലും അങ്ങനെ അല്ലേ? കയ്യിലിട്ട പെണ്ണാണെങ്കിൽ എത്തിത്തൊടാൻ എത്തുകയില്ല, നീ മാരുവിലാണ്, നീ വളരെ മേലെയാണ്, വളരെ ഭംഗിയുള്ള ആളാണ്, നിന്നെ എത്തിത്തൊടാൻ പറ്റില്ല എനിക്ക്. അതൊക്കെ സാധാരണ കുട്ടികളുടെ മനുഷ്യൻ്റെ മനസ്സിലുള്ളതാണ്. അത് കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപോലെ, കാരണം ഞാനും കുട്ടി തന്നെയാണ്. കുട്ടിത്തം നമുക്ക് വിടാൻ പാടില്ല. അത് വിട്ടാൽ പിന്നെ നമ്മൾ വയസ്സനായി. ഇപ്പോൾ എന്നേക്കാൾ വയസ്സുള്ള ആൾക്കാർ താടിയൊക്കെ കറുപ്പിച്ച് ഒക്കെ നടക്കും. പക്ഷെ എന്താണ് സത്യം, ഞാൻ എൻ്റെ പ്രകൃതിയെ മാറിക്കാറില്ല. അതെ, അതുകൊണ്ടാണ് അതെ എല്ലാവരും വിചാരിക്കുന്നത്, എന്നെ പ്രായമുള്ളവർ വിചാരിക്കുന്നത് അത് കറുപ്പാക്കിയിട്ട് പൊതുവായിട്ട് മാറ്റുകയാണ്. ചെറുപ്പക്കാരനെ ആവശ്യമില്ല. എന്നിട്ട് ചെറുപ്പം മനസ്സിലുണ്ടായാൽ മതി. പ്രകൃതി തരുന്നതല്ല നമ്മൾ സ്വീകരിക്കണം, മനസ്സിന് ചെറുപ്പമുണ്ടാവണം. ഒരു ഗാനരചയിതാവെന്ന നിലയിൽ സാറ് രചിച്ച എല്ലാ പാട്ടുകളോടും ഒരു ഇഷ്ടം ഉണ്ടാവും. എങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണെന്ന് പറയാം? ഏറ്റവും കൂടുതലുള്ള ഇഷ്ടമുള്ള പാട്ട് എൻ്റെ അല്ല, എനിക്ക് ഭാസ്കരന്മാർ ആണ് ഇഷ്ടം, അല്ലെങ്കിൽ വയലാറിനാണ്, അല്ലെങ്കിൽ വായു സാറിന്. ഞാനിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ, അത് ഞാൻ തന്നെ അത് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല അല്ലേ? ഇപ്പോൾ നഗരം നഗരം മഹാസാഗരം കണ്ടപാട് അതിൽ കുതിച്ചു പാടും നഗരിയിൽ ഒരു ചൊരകൂര ചമയ്ക്കുക തന്നെയാണ് ഞാൻ അതിലുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ അന്നത്തെ വലിയ എന്താണ് സംശയവും ആശങ്കയും അതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഞാനിങ്ങനെ ഈ നഗരത്തിൽ കിടക്കുകയാണ്, ഇങ്ങനെ വലിയ നഗരത്തിൽ, തലശ്ശേരി നഗരത്തിൽ ഞാൻ ഓട്ടോറിക്ഷയിൽ നടന്നിട്ട് പോകുമ്പോൾ ഒന്നുമില്ല, 10 രൂപ ശമ്പളവും, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാനും ബസ്സിൽ 10 പൈസക്ക് 5 പൈസക്ക് യാത്ര ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള സമയത്ത് ഈ നഗരത്തിൽ ഒരു ചെറിയൊരു കൂര എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ എപ്പോഴും പറ്റുമോ? അതെങ്ങനെ ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഭാസ്കര ഭാഷയാണ് എനിക്ക് ഇഷ്ടം. അതുപോലെ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു
കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു. കടലത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തല തല്ലും ഓളങ്ങളെ തീരത്തിനറിയില്ല, മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ. ഇതന്നെയാണ് ഭാസ്കര മാഷ് പറഞ്ഞിട്ടുള്ളത്. പ്രകൃതിയെ തന്നെയാണ് അല്ലേ? അതുപോലൊന്നും എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നിങ്ങൾ കയറിയിരിക്കും, ഞാൻ എൻ്റെ പാട്ട് നിങ്ങളെ ആസ്വദിച്ചിട്ട് ഇതൊക്കെ നല്ല പാട്ട്. ഞാൻ ഇപ്പോൾ ഈയിടെ എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യനോട് ഞാൻ പറഞ്ഞു, സത്യൻ്റെ പടത്തിലെ മറ്റേ കുന്നിമണി ചെപ്പിലെ ഉണ്ട്, കുന്നിമണി ചെപ്പു തുറന്നെണ്ണി, ആ പാട്ട്. അതിൽ ഈ ആരെയോർത്ത് വേദനിപ്പൂ ചാരുചന്ദ്രലേഖ, ഓരോ ദിവസവും നേർത്ത് പോകത്തന്തേ എന്ന് ഉള്ള അതേപോലെ ഞാൻ രാത്രി ഒരു ദിവസം പെട്ടെന്ന് ഉണർന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ സത്യനെ വിളിച്ചു, സത്യാനന്ദിക്കാരനെ വിളിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. ആദ്യം ഞാൻ പറഞ്ഞു എനിക്കതുപോലെ എഴുതാൻ പറ്റുന്നില്ല. അയ്യോ അതല്ല, തിരുമേനി അതിനേക്കാൾ വലുത് എഴുതിയിട്ടുണ്ട് എന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ എനിക്കറിയാം വായനു സാർ അത് വേറെയാണ്, ഇവരൊക്കെ ജനസ് വേറെയാണ്. ഞാൻ എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഞാനിപ്പോഴും അതിനെ ഓർത്തിട്ടാണ് ആസ്വദിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇപ്പം അത് പറഞ്ഞപ്പോഴാലേ നമ്മളിപ്പോൾ പറയല്ലോ ഈ 2K കിഡ്സ് ജെൻസി പറഞ്ഞ ഏരിയ. അപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ തുറന്നു നോക്കുകയാണെങ്കിൽ പഴയ കാലത്തെ പാട്ടുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുണ്ടാവും. നമ്മളിപ്പോഴത്തെ റാപ്പും എല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു സമയം എത്തുമ്പോൾ നമുക്ക് പഴയ കാലത്തെ പാട്ടുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ എന്തൊരു മാജിക് ഉണ്ട് പഴയ പാട്ടുകളൊക്കെ എപ്പോഴും. കേൾക്കുന്ന പഴയ പാട്ട് എൻ്റെ പാട്ടാണ് കൂടുതലും. അതാണ് ഞാൻ കേൾക്കുന്ന എൻ്റെ കുട്ടിക്കാലത്തെ പാട്ടുകളാണ്, പഴയ പാട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പനിനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, എന്തൊരു ആശയമാണ് അത്. ഒരു നിൻപൂമീന്, അതാണ് കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ. അതാണ് ഇപ്പം എൻ്റെ കൈ നഷ്ടപ്പെട്ടു. ഈ കൈ നഷ്ടപ്പെട്ടാലും എൻ്റെ സൗന്ദര്യം പോകുന്നില്ല എന്നാണ് കവി പറയുന്നത്. പക്ഷേ എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്. ഒരു പനിനീർ മലരിൻ്റെ ഒരു ഇതൾ പോയാലും ഒന്നും സംഭവിക്കാൻ പോകില്ല, അതുകൊണ്ട് നീ സുന്ദരനാണ്. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഏത് മാനസികാവസ്ഥയാണോ അതിന്, ഇപ്പം വിഷമാണെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ ചിലപ്പോൾ പാട്ടിനെ ആശ്രയിക്കുന്ന മ്യൂസിക് തെറാപ്പി. പക്ഷേ ഞാനൊരു കവിയെ സംബന്ധിച്ച് കവി ദുരുപയോഗപ്പെടുത്തുന്ന ആളല്ല കവി. എനിക്ക് എൻ്റെ ലഹരി എന്ന് പറയുന്ന സംഗീതം മാത്രം, ഞാൻ വേറൊരു ലഹരി എനിക്കില്ല. ഭയങ്കര ബോൾഡാണ് കുറേ കാര്യം. രോഗാവസ്ഥയിലായ സമയത്ത് മറികടക്കാൻ ഈ ഒരു കരുത്ത് തന്നെയാണ് എനിക്ക് തോന്നി തുടങ്ങി. കാരണം പറയുന്ന വാക്കുകളിലാണ് ഞാൻ ദൈവത്തിനെ പേടിക്കുന്നില്ല, ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിനെ പേടിക്കുന്ന ഞാൻ തിരികാരണമാണെങ്കിൽ എനിക്ക് ദൈവത്തിനെ പേടിക്കുന്നത് അല്ലേ. ഞാൻ മര്യാദയിൽ ജീവിക്കുന്ന ഒരാളാണ്, എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കണ്ട. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ദേവത മൂകാംബിക, എന്നെ പകുതി തളർത്തി ഇടാൻ നോക്കണ്ട. ഈ പകുതി ഭാഗത്ത് ഞാൻ ജീവിക്കും, ഞാൻ എഴുതും. എനിക്ക് പാടാൻ പറ്റും. ഞാൻ 4 മണിക്കൂർ കച്ചേരി നടത്തി വിട്ടുന്നതാണ്, എനിക്ക് പാടാൻ പറ്റണ്ടേ? ഓക്കെ, പക്ഷേ നിനക്ക് എന്നെ തളർത്താൻ പറ്റില്ല, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ പോലും നമുക്ക് പേടിക്കേണ്ടതില്ല. നമ്മൾ ദൈവത്തിൻ്റെ പേടിക്കുന്നത് നമ്മൾ സ്നേഹിച്ചാൽ പറ്റും. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവമല്ല, അതൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. ദൈവത്തിന്റെ ഒരു തിരിച്ച് സ്നേഹിച്ചാലും അപ്പോൾ ഈ 2015 തുടക്കത്തിൽ അപ്പോൾ ദൈവത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ സാറ് അയ്യപ്പനെ സേവിക്കുകയും ദേവസ്വം ജീവനക്കാരെ ഇപ്പോ ഈ വർഷം തുടക്കത്തിൽ തന്നെ ശാസ്താവിന്റെ പേരിലുള്ള ഹരിവരാസനം പുരസ്കാരം എല്ലാം ഒരു ദൈവികമായിട്ട് സംഭവിക്കുന്ന. ഞാൻ അവിടെ പോയി വാങ്ങി, അവിടെ പോയി വാങ്ങി. എനിക്ക് വന്ന് പ്രഖ്യാപിച്ച് ഞാൻ എനിക്ക് ഇവിടെ വീട്ടിൽ തന്നെന്ന് പറയാം. പക്ഷെ ഞാൻ അവിടെ പോയി വാങ്ങും, അവിടെ തന്നെ കയറി വാങ്ങും. ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ കണ്ടു.
അതുപോലെ ഈ സിനിമ മേഖലയിൽ ഇത്രയും വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും? സിനിമയിലുള്ളതിനേക്കാൾ നിങ്ങളെ പോലെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് അതാണ് നല്ലത്. സിനിമയെക്കാൾ സിനിമയെ യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ പാട്ടുകൾ എഴുതുന്നു, കഥ പറയുന്നു, പാട്ട് എഴുതുന്നു, അത് ആൾക്കാർ ആസ്വദിക്കുന്നു, അത് കഴിഞ്ഞ് പോകുന്നു. നിങ്ങളോടിരിക്കുമ്പോൾ ഞാൻ ലൈവായിട്ടിരിക്കുകയല്ലേ, അത് കഴിഞ്ഞില്ലേ, പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഊർജ്ജമുള്ളത്, ലൈവാകുന്നത്. അതെന്താണ് ദേവാംഗങ്ങൾ കൈവഴിഞ്ഞത് ആ പടങ്ങൾ അറിയാം. അതാണ് കഥ. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് വരികൾ എഴുതുന്നു. അപ്പോൾ ഇങ്ങനത്തെ ലിറിക്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടേഴ്സിനും അത് പാടിയ ആൾക്കാരും അവർക്കും അതൊരു അവരുടെ ലൈഫിലൊരു മികച്ച ഗാനങ്ങളിൽ ഒന്നാണത്. അപ്പോൾ ആ ഒരു മൂമെന്റിനെ എങ്ങനെ നോക്കിയിട്ടാണ്, അതായത് അങ്ങ് എഴുതിയ വരികളിലൂടെ അവരുടെ ഒരു പാട്ട് ഹിറ്റ് ആവുക, ആ ഒരു എക്സ്പീരിയൻസ്? അത് എഴുതുമ്പോഴായാലും പാടുമ്പോഴായാലും കേൾക്കുമ്പോഴായാലും ഒക്കെ ഒരു പുതിയ അനുഭവങ്ങളാണ്. അതൊക്കെ അത് പാടുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായൊരു അനുഭൂതിയാണ്. അത് നിങ്ങൾക്ക് കിട്ടില്ല, പുതിയ ലോകത്തിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഊർജ്ജമുള്ള കാലത്ത് ഞാനാണ് കൂടെ നിന്നത്. എൻ്റെ പാട്ട് പഠിപ്പിക്കുകയും എൻ്റെ പാട്ട് പഠിപ്പിക്കാൻ ആരാധകനാണ് ഞാൻ. പക്ഷേ അദ്ദേഹം പറയുന്നത് ഏത് പുതിയ കുട്ടിയായാലും എന്നെ പാട്ട് പറഞ്ഞു തരുമ്പോൾ അദ്ദേഹം എൻ്റെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു സങ്കല്പത്തിൽ ഞാൻ നിൽക്കുകയും എൻ്റെ ആരാധന സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരാധകനാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മഹാകാലം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കാലമാണ്. ആ കാലം ഇനി ആർക്കും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഞാനത് ആസ്വദിക്കുന്ന കാലമാണത്. ശരിക്കും പറഞ്ഞാല് ഓണത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് സാറോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ജീവിക്കാനുള്ള ഒരു ഊർജവും സ്വപ്നം കാണാനുള്ള ഒരു ശക്തിയും ഒക്കെ ഇത്ര നേരം നമ്മളോട് സംബന്ധിച്ച വാക്കുകളിലൂടെ നമുക്ക് കിട്ടി. കവിത തന്നെയാണ് സംസാരത്തിൽ. നിങ്ങൾക്കത് ഫീൽ ചെയ്തില്ലേ? കവിതയാണ് അത് ഭാഷയിൽ അത്രയും എന്താ പറയാ. അപ്പം ഇത്രയും നേരം നമ്മളോട് കൂടി സംബന്ധിച്ച സാറിന് നമ്മളുടെ നന്ദി പറയുകയാണ്. സന്തോഷം. ആരാധകരായിട്ട് നിങ്ങൾക്ക് ഞാനും ആരാധന പറയുന്നത് നമസ്കാരം. താങ്ക് യു.